അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടുനൽകും. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രത്യേക ഉപദേശക സമിതിയുടേതാണ് തീരുമാനം. വിശ്വാസയോഗ്യമായ സാക്ഷിമൊഴികളാണെന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. അതേസമയം ആശാ ലോറൻസിന്റെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകി. ഹിയറിംഗിനിടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. മനസ്സിലാക്കിയ അത് ജെന്യുയിൻ കൺസെൻ്റ് ആണ്, ക്രെഡിബിൾ കൺസെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേരള അനാറ്റമി ആക്ട് അനുസരിച്ച് അത് ശരിക്കും വാലിഡാണ്. അപ്പോൾ ബോഡി നമ്മൾ ഇവിടെ വയ്ക്കാനും അത് എംബാം ചെയ്യാനും പ്രിസർവ് ചെയ്യാനും തീരുമാനിച്ചു. മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രത്യേക ഉപദേശക സമിതി ഈ തീരുമാനമെടുത്ത സാഹചര്യം എന്താണെന്നുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ലക്ഷ്മി, ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ MM ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വൈദ്യപഠനത്തിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിച്ചുകൊണ്ട് ഹർജി നൽകിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അനാട്ടമി ആക്ട് പ്രകാരം തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ട് വിവിധ വകുപ്പ് തലവന്മാർ ചേർന്നുകൊണ്ടുള്ള സമിതി ഈ പ്രത്യേക തീരുമാനമെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് MM ലോറൻസിന്റെ 3 മക്കളെയും ഇന്ന് വിളിച്ചു വരുത്തിയിരുന്നു. 3 മക്കളുടെയും വിശദമായ വാദം കേട്ടു. ആ വാദത്തിനൊടുവിലാണ് ഇപ്പോൾ MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. വൈദ്യപഠനത്തിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രതാപ് സോമനാഥ് അറിയിച്ചിരിക്കുന്നത്. വിശ്വാസയോഗ്യമായ സാക്ഷിമൊഴികൾ ആണെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രത്യേക സമിതിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ് അനാട്ടമി വകുപ്പ് പ്രകാരമുള്ള നിയമപരിധിയിൽ ഈ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വരും എന്ന് മനസ്സിലായി. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യപഠനത്തിന് തന്നെ മൃതദേഹം കൈമാറാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. MM ലോറൻസിന്റെ മകൻ MLA സജീവനും ഒപ്പം 2 മറ്റ് ബന്ധുക്കളായിട്ടുള്ള സാക്ഷികളും ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാം എന്നുള്ള തീരുമാനം അദ്ദേഹം അറിയിച്ചിരുന്നതായുള്ള സാക്ഷിമൊഴികൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോറൻസിന്റെ മറ്റൊരു മകൾ സജിത എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ നിലപാട് സമിതിയെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ആശാ ലോറൻസ് നേരത്തെ പോലെ തന്നെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് മൃതദേഹം ക്രിസ്ത്യൻ ആചാരപ്രകാരം തന്നെയാണ് അടക്കം ചെയ്യേണ്ടത്, സംസ്കാരം നടത്തേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. കേരള അനാട്ടമി ആക്ട് പ്രകാരം വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ 2 അതിലധികമോ ആളുകളുടെ സാന്നിധ്യത്തിൽ തന്റെ മൃതദേഹം മരണശേഷം മെഡിക്കൽ കോളേജിന് വൈദ്യപഠനത്തിന് വിട്ടു നൽകാം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് സത്യവാങ്മൂലമായി നൽകിയാൽ അനാട്ടമി ആക്ട് പ്രകാരം മൃതദേഹം വിട്ടു നൽകാവുന്നതാണ്. ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ഒപ്പം മിഥുൻ, ആശാ ലോറൻസിന്റെ അഭിഭാഷകനെതിരെ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ. ലക്ഷ്മി, ആശാ ലോറൻസ് പ്രതികരിച്ചത് ഇന്ന് ഹിയറിംഗിന് 3 പേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേക സമിതി. 2 മക്കൾ ML സജീവനും സജിതയും ആശാ ലോറൻസും അടക്കമുള്ള 3 പേരെയാണ് ഇന്ന് വിളിച്ചത്. അതിൽ ആശാ ലോറൻസ് ആണ് നേരത്തെ മുതൽ തന്നെ എതിർപ്പ് അറിയിച്ചത്. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെ അടക്കം ആശാ ലോറൻസ് ഇന്ന് പ്രതികരിച്ചത്. വളരെ നേരം വൈകിയാണ് ഇവരെ ഹിയറിംഗിന് വിളിപ്പിച്ചത്. കൂടെ അഭിഭാഷകരെ നിർത്താൻ അനുവദിച്ചില്ല. തങ്ങൾക്ക് ശേഷം വന്നവർ വാദം നിർത്തിപ്പോയെങ്കിലും മണിക്കൂറുകൾ കാത്തുനിന്നതിന് ശേഷമാണ് തങ്ങൾക്ക് അവരുടെ വാദങ്ങൾ മെഡിക്കൽ കോളേജ് പ്രത്യേക സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചത്. ഒപ്പം തന്നെ തങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രത്യേക സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പിതാവുമായുള്ള ബന്ധം ഇത് തെളിയിക്കുന്ന പ്രൂഫ് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്ന്, അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്നും ആശാ ലോറൻസ് പ്രതികരിക്കുകയുണ്ടായി. ഒപ്പം ഈ തീരുമാനം മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം തന്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് അവർ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെയൊരു പരാതിയുമായിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോലീസിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആശാ ലോറൻസിന്റെ അഭിഭാഷകനെതിരെയാണ് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു പരാതി ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.